ഈ കുട്ടിയെ നോക്കൂ, അവൻ പുസ്തകം വായിക്കുന്നു, പഠിക്കുന്നു, എഴുതുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അവൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം? ഒരു എരുമ തൊഴുത്തിലാണ്. അതെ, ശരിക്കും ഒരു എരുമ തൊഴുത്തിൽ. ഇത് വെറും ആ കുട്ടിയുടെ കഥയല്ല, 10 കോടി കുട്ടികളുടെ കഥയാണ്. ഏകദേശം 80 വർഷത്തോളമായി നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എങ്കിലും ഇന്ന് ഈ രാജ്യത്ത് നമ്മുടെ സ്കൂളുകൾ ശുചിമുറിയില്ല, കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഇരുന്ന് പഠിക്കാനായി ബെഞ്ചില്ല, ഒരു അധ്യാപകൻ മാത്രമുള്ള ഒരുപാട് സ്കൂളുകൾ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാര്യങ്ങൾക്കറിയാം. 10 വർഷത്തിനിടയ്ക്ക് ഒരുപാട് സ്കൂളുകൾ അടച്ചുപൂട്ടി. ഒരു ദിവസം 25 സ്കൂൾ എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ സ്കൂളുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 94,000-ഓളം സ്കൂളുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷിതമായി. നമ്മുടെ ഇന്ത്യയിലെ സ്കൂളുകളുടെ അവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ പല പല ഗ്രാമങ്ങളിലേക്ക് പോകണം. 2023 ജാൽവർ എന്ന ഗ്രാമത്തിൽ സ്കൂൾ ഇടിഞ്ഞു വീണ് 7 കുട്ടികളാണ് മരിച്ചത്. ഇപ്പോഴും അവരുടെ അമ്മമാർക്ക് കണ്ണീരല്ലാതെ വേറൊന്നും തന്നെയില്ല. അങ്ങനെ നമ്മുടെ CJP ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിന് ശേഷം പുതിയൊരു സമരമുഖമായി അവർ പുറത്തിറങ്ങി. അതായത് നാട്ടിലെ നമ്മുടെ വില്ലേജുകളിലെ സ്കൂളുകളെല്ലാം പോയി കണ്ട് സ്കൂളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവർ ചെറിയൊരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങി. അങ്ങനെ അവർ ജയ്പൂരിലെ ഒരു സ്കൂളിലും എത്തി. नहीं दिखाएंगे सर, प्लीज चलिए आप। पूरा सर अलाउ नहीं है। ये ठीक है, हम आपको डिस्टर्ब नहीं कर रहे हैं। जी जी सुबह से कर रहे हो हम तो आपसे सवाल पूछ। പക്ഷെ അവരെ അവിടെ സ്വീകരിച്ചത് നമ്മളെ ഏറെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. അവർ തീവ്രവാദികളല്ല, പാകിസ്ഥാൻ ചാരന്മാരല്ല, അവർ സ്കൂൾ നശിപ്പിക്കാൻ വന്നതല്ല, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കാൻ വന്നവരല്ല. പക്ഷേ നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി, നല്ല വിദ്യാഭ്യാസം ഒരുക്കാൻ വേണ്ടി, നല്ല ചുറ്റുപാടെടുക്കാൻ വേണ്ടി ആ സ്കൂൾ കാണാൻ വന്നവരെ അവിടെ സ്വീകരിച്ചത് വെറും തീവ്രവാദികളോ അല്ലെ പാകിസ്ഥാൻ ചാരന്മാരായിട്ടാണ് അവിടുത്തെ നാട്ടുകാർ സ്വീകരിച്ചത്. ഒരുപക്ഷെ നാട്ടുകാരല്ല, അത് BJPയുടെ ആളുകൾ തന്നെയാണ്. വെറും ഗുണ്ടകൾ എന്ന് തന്നെ പറയാം. ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ യുവാക്കളെ തല്ലി ഓടിക്കുകയാണ്. ഇത് ധർമ്മമല്ല, ഇത് പാപമാണ്. BJP ഇനി എന്ന് ഇത് മനസ്സിലാക്കും? നമ്മുടെ കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നത് കാലിത്തൊഴുത്തിലും വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലും പഠിക്കാൻ നല്ല ചുറ്റുപാടില്ലാത്ത സ്കൂളുകളിലും ഇരുന്നാണ്. മരത്തിന്റെ ചുവട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, എരുമത്തൊട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ നമ്മൾ എന്തിനും ഏതിനും കമ്പയർ ചെയ്യുന്ന ചൈനയുണ്ട്. അവിടുത്തെ കുട്ടികൾ ഇപ്പോൾ AI ആണ് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം അവരെ AI തന്നെ പഠിപ്പിക്കുന്നു. റോക്കറ്റ് ഉണ്ടാക്കി അതിനെ വിക്ഷേപിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇപ്പോഴും നല്ല വെള്ളമില്ല, വിദ്യാഭ്യാസമില്ല, കഴിക്കാനേ ആഹാരമില്ല. UP ഒരു സ്കൂളിൽ പിള്ളേർക്ക് കഴിക്കാനായി കൊടുത്തത് വെള്ളത്തിൽ സാമ്പാറിന്റെ പൊടി കലക്കി സാമ്പാറായിട്ടാണ് കൊടുത്തത്. ഇത്ര ദയനീയമാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ സ്കൂളുകളുടെ അവസ്ഥ. ഇത്രയൊക്കെ ആക്രമണം ഉണ്ടായാലും, ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, പക്ഷേ CJP മുന്നോട്ട് തന്നെയാണ്. അവർ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ പോയി, ഗ്രാമങ്ങളിൽ പോയി സ്കൂളുകളെ നോക്കി സ്കൂളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് അവരെടുത്ത ഉറച്ച തീരുമാനത്തിലാണ്. അവരുടെ കയ്യിൽ അധികാരമില്ല, അവർ തികച്ചും സാധാരണക്കാർ, ചെറിയ യുവാക്കളാണ്, അവരുടെ കയ്യിൽ പണമില്ല, അധികാരമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തെ നേരെയാക്കാൻ വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചതാണ്. ഗ്രാമങ്ങളിലെ പല പല സ്കൂളുകളിലേക്കും കയറുന്നു, അവർ ഫോട്ടോ എടുക്കുന്നു, നമ്മളെ കാണിക്കുന്നു, ലോകത്തിനെ കാണിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് അവർ നമ്മളെ കാണിക്കുകയാണ്. അതിനെയാണ് നമ്മുടെ സർക്കാരും BJPയും ഭയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. നിങ്ങൾ UP മോഡൽ നോക്കൂ, ഗുജറാത്ത് മോഡൽ നോക്കൂ, മധ്യപ്രദേശ് മോഡൽ നോക്കൂ എന്നിങ്ങനെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മുടെ കേരളത്തിലെ ഇലക്ഷനിലേക്ക് UPയിൽ നിന്നോ ബീഹാറിൽ നിന്നോ മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അവർ പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ വരൂ UP മോഡൽ നോക്കൂ, നിങ്ങൾ വരൂ ഗുജറാത്ത് മോഡൽ നോക്കൂ, നിങ്ങൾ വരൂ രാജസ്ഥാൻ മോഡൽ നോക്കൂ. പക്ഷേ ഇതൊരു മോഡലേ അല്ല. നമ്മൾ UPയിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഗ്രാമങ്ങളിലേക്ക് പോയി നോക്കൂ, ബീഹാറിലേക്ക് പോയി നോക്കൂ. പട്ടിണിയും പരിവട്ടവുമാണ് അവിടെ. ഗ്രാമങ്ങളിൽ പഠിക്കാൻ പിള്ളേർക്ക് സ്കൂളില്ല, അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് ഒന്നുമില്ല. പക്ഷേ ഇവരുടെ തള്ളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മോഹന വാഗ്ദാനങ്ങളോ നമ്മുടെ കേരളത്തിലേക്ക് വന്നാലും എവിടെ ഇരുന്നാലും അവരുടെ പ്രസംഗങ്ങളോ ഇങ്ങനൊരു മോഡലിനെ കാണിച്ചാണ് അവരെ പ്രസംഗിക്കുന്നത്. ഇത് വെറും തികച്ച ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും രാജസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു നിയമം പുറപ്പെടുവിച്ചു. സ്കൂളിനുള്ളിലേക്ക് ആരും ക്യാമറയോ മൊബൈൽ ഫോണോ കൊണ്ടോ കയറരുത്. എന്തുകൊണ്ടാണെന്നറിയാം? സത്യം ജനമറിയും, സത്യം ലോകമറിയും. അതവർ നന്നായി ഭയപ്പെടുന്നുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ പോയാൽ മതിയോ നമ്മുടെ സിസ്റ്റം? നമ്മൾക്ക് റെഡിയാക്കണ്ടേ? നമുക്ക് വേറൊന്നുമല്ല ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന തലമുറ, അവർക്ക് കുടിക്കാനേ നല്ല വെള്ളം, അവർക്ക് ഇരിക്കാനേ നല്ല ബെഞ്ചുകൾ, പഠിക്കാനേ നല്ല പൊളിഞ്ഞു വീഴാത്ത സ്കൂളുകൾ. ഇതൊക്കെയല്ലേ നമ്മുടെ ആവശ്യം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശുചിത്വമുള്ള മുറി, ശുചിത്വമുള്ള ബാത്റൂം, ഇരിക്കാനായി ബെഞ്ചുകൾ, നല്ല വിദ്യാഭ്യാസ ചുറ്റുപാട്, ഇതൊക്കെയല്ലേ നമ്മുടെ ആവശ്യം? നമ്മൾക്കല്ലാതെ സർക്കാരിനെ താഴെ ഇറക്കിയിട്ട് നമുക്ക് എന്ത് നേടാനാണ്? നമ്മൾ പോരാടുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്.
നല്ല സ്കൂളുകൾക്ക് വേണ്ടിയാണ്. ഇത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ കുട്ടികൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ വളരണം എന്നും നമ്മുടെ അവകാശമാണ്. നമ്മൾക്ക് സർക്കാരിനോട് തന്നെ ചോദിക്കണം. ഒരു കുട്ടി ഒരു എരുമത്തൊട്ടിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടാവാൻ ഒരിക്കലും വളരാൻ പോകുന്നില്ല. ഇറങ്ങൂ, പോരാടൂ.